ആൻഡ് ഈവൻ ലൈക്ക് എനിക്ക് ആ ടെഡ് ടോക്കിൻ്റെ വീഡിയോ ജോ എനിക്ക് അയച്ചപ്പോൾ ആൻഡ് ഐ എം ലൈക്ക് ഓക്കെ എനിക്ക് കാണണം, ഐ ഹാവ് ടു വാച്ച് ഇറ്റ് ആൻഡ് ഐ ഹാവ് ടു വാച്ച് ഇറ്റ് പീസ്ഫുള്ളി. അപ്പോൾ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ ടെഡ് ടോക്ക് കാണുന്നത്. ആൻഡ് ഐ ഹാഡ് നോ ക്ലൂ ദാറ്റ് യു വർ സ്പീക്കിംഗ് ഓഫ് സച്ച് എ ഇൻറ്റൻസ് സബ്ജക്റ്റ്. എൻ്റെ ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ആ ടെഡ് ടോക്കിൽ ഷെയർ ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഈ പി ആറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത്, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം. ഐ ഹാഡ് നോ ക്ലൂ. ഞാൻ സ്റ്റണ്ടാണ്. ഞാനിത് കേട്ടോണ്ടിരിക്കാൻ ഐ എം ലൈക്ക് ദിസ് കാൺ ബി റിയൽ. കാരണം ഇത്രയും വർഷം പരിചയം ഉള്ള ഒരാൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഇൻറ്റേർണൽ സ്ട്രഗിളിൽ കൂടെ പോകുന്നുണ്ട് എന്ന് ആർക്കും മനസ്സിലാവില്ല. ആൻഡ് ദാറ്റ് ജേർണി വുഡ് ഹാവ് ബീൻ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പെയിൻഫുൾ. ആൻഡ് അതിൻ്റെ അവസാനം ആ റിയലൈസേഷൻ നിന്ന് യു വുഡ് ഹാവ് പ്രോബ്ലി ഫൗണ്ട് സം റിലീഫ്. അപ്പം ഓട്ടിസത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഓട്ടിസത്തിന് ഇന്നും എനിക്കും അറിയില്ല, കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് എ വെരി കോംപ്ലെക്സ് സബ്ജക്ട്. പക്ഷേ യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് യു ക്യാൻ സർട്ടൻലി ഷെയർ ജോ. ഹൗ ഡിഡ് യു ഫസ്റ്റ് ഫീൽ ദാറ്റ് there is something I need to check up on? ആ ഒരു തോന്നൽ എനിക്ക് ആക്ച്വലി ഞാൻ ഈ കോഴ്സ് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, സൈക്കോളജി ബേസ്ഡ് കോഴ്സായിരുന്നു. അപ്പോൾ ദേവർ എ ലോട്ട് ഓഫ് അതിലെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്റ്റുഡൻസായിട്ട് നമ്മളെ ദി പുട്ട് അസ് ത്രൂ. അപ്പം അങ്ങനെ യു ഡു റെസിപ്രോക്കൽ കോച്ചിങ്, അങ്ങനെ നമ്മൾ പഠിക്കണതും അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യണത്. അപ്പം കുറേ ഇങ്ങനെ മെന്റൽ ഹെൽത്ത്, പിന്നെ കുറേ ഡിസ്കഷൻ ഫോറംസും എല്ലാം ഉണ്ട് അതിൽ. അപ്പൊ അതിൽ കുറേ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റ് തെറപ്പിസ്റ്റ് അങ്ങനെ കുറേ പേര്, ഈവൻ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്, ടീച്ചേഴ്സും എല്ലാവരും. അപ്പൊ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ മാതിരി ബിക്കോസ് ഐ വാസ് ലേണിംഗ് ഓൺ ദ സൈഡ്, ഞാൻ കുറേ വായിക്കുന്നുണ്ട്, ഐ എം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അപ്പോഴാണ് ഈ ഡൈവേർജൻസ് എന്നുള്ളൊരു സാധനവും, ന്യൂറോ ഡൈവേർജൻസ് എന്നുള്ളൊരു സാധനം. ആൻഡ് ഞാൻ കോയിൻസിഡൻ്റ്ലി വെൻ ഐ വാസ് ട്രാവലിംഗ്, ഒരിക്കൽ ഞാൻ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, സാധാരണ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സിനിമയെല്ലാം എടുത്ത് കാണാം, നോർമലി നമ്മൾ എന്നിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്ന് ഐ ഫെൽറ്റ് അതൊരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു, മൈ ഓട്ടിസ്റ്റിക് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്ററി. അപ്പോൾ ഇതൊക്കെ ചുമ്മാ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെച്ച് നോക്കി. അതിൽ ഇറ്റ്സ് അബൌട്ട്, അത് ആങ്കർ ചെയ്യുന്ന ഹോസ്റ്റ് ചെയ്യുന്ന ആള് ഹീസ് ഓട്ടിസ്റ്റിക് ഹിംസെൽഫ്. അപ്പം ഹീ സെയിങ് ഞാനിങ്ങനെ എൻ്റെ ഓട്ടിസത്തിനെ പറ്റി കണ്ടുപിടിച്ചതും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ വാട്ട് ഈസ് ഹീ സെയിങ്, ഇയാളെ കണ്ടാൽ എനിക്ക് ഓട്ടിസ്റ്റിക് ആയിട്ട് തോന്നുന്നില്ലല്ലോ എന്നൊക്കെ എൻ്റെ തലയിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഹീസ് ടെല്ലിങ് മീ അബൌട്ട് ഹിസ് ഹൗ ഹീ സീസ്, ഹൗ ഹീ ഫീൽസ്, ചില സാധനങ്ങളുടെ ഡീറ്റെയിൽസ് കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യണത്, ഇതൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഓക്കേ ഇങ്ങനെ ആയി തുടങ്ങി. ആൻഡ് അദ്ദേഹം അതേപോലെ തന്നെ ഇതുപോലെയുള്ള മറ്റ് പല ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അഡൾട്ട്സിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരുടെ ലൈഫിൽ അപ്പം ഈ പറയുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ദേ ലുക്ക് ഫൈൻ, നോർമൽ. ഇപ്പം നമ്മുടെ ഒരു ഐഡിയ ഓഫ് നോർമൽ ഉണ്ടല്ലോ, ആ ഒരു ജോലി ചെയ്യുന്നു, കുടുംബമുള്ളവർ, അങ്ങനെ. പക്ഷെ അവരുടെ ഡെയിലി സ്ട്രഗിൾസ്, ചെറിയ സ്ട്രഗിൾസിനെ പറ്റിയിട്ട് അവർ സംസാരിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഐ സ്പോക്ക് ടു എ തെറപ്പിസ്റ്റ് ആൻഡ് എൻ്റെ കോഴ്സ് ത്രൂ ഐ സ്പോക്ക് ടു എ തെറപ്പിസ്റ്റ്. അപ്പോൾ ഷീ പുട്ട് മീ ത്രൂ ടു എ സൈക്കോളജിസ്റ്റ് ഇൻ ഇന്ത്യ, ബിക്കോസ് ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് വരാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ബാംഗ്ലൂരുള്ള ഡോക്ടർ ശ്രേയായിട്ട് എനിക്ക് കോണ്ടാക്ട് കിട്ടിയത്. സോ അങ്ങനെ ഡോക്ടർ ശ്രേയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെൻ ഷീ ആസ്ക്ഡ് മീ, എന്നോട് ഫുൾ ചൈൽഡ്ഹുഡ് തൊട്ടേ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, വാട്ട് ഐ എം എക്സ്പീരിയൻസിങ് ആസ് എൻ അഡൾട്ട്, ഞാൻ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്, ഇതെല്ലാം പറഞ്ഞു വന്നപ്പോൾ ഷീ ആസ്ക്ഡ് മീ എപ്പോഴെങ്കിലും ഇത് കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം അവന് നോ, അതിനൊന്നും സാധ്യതയില്ലല്ലോ. അപ്പോൾ ഷീസ് ലൈക്ക് യു നോ വാട്ട്, എല്ലാവരുടെയും ഫസ്റ്റ് റിയാക്ഷൻ ഇതാണ്. ബിക്കോസ് എന്താണ് ലൈക്ക് ചൈൽഡ്ഹുഡ് എന്നുള്ള എക്സ്പീരിയൻസസ് എന്ന് പറയുമ്പോൾ എന്താണ് ചൈൽഡ്ഹുഡിലെ എക്സ്പീരിയൻസ് ദാറ്റ് വാസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം എ ന്യൂറോ ടിപ്പിക്കൽ പേഴ്സൺ? ന്യൂറോ ഡൈവേർജന്റ് ആൻഡ് ന്യൂറോ ടിപ്പിക്കൽ എന്നാണല്ലോ. എന്ത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഇസ് സംതിങ് ദാറ്റ്
points to the direction of a divergence divergence. അല്ലേ? Yeah, definitely. ഞാനത് I'll get to that. അപ്പം എന്താ വെച്ചാൽ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ there were assessments. ആദ്യം ഒരു അസസ്മെന്റ് ചെയ്തു. അത് കഴിഞ്ഞ് അപ്പൊ അതിൽ ഇറ്റ് കെയിം ഔട്ട് ആസ് ഡൈവേർജന്റ് ഓട്ടിസ്റ്റിക് ട്രേറ്റ്സ് എന്നുള്ള രീതിയിലാണ് വന്നത്. അത് കഴിഞ്ഞ് she said ഒരെണ്ണം കൂടി ചെയ്യാം, പിന്നെ ഒരെണ്ണം കൂടി ചെയ്യാം. ഇത് ആക്ച്വലി ഒരു ഇറ്റ്സ് ലൈക്ക് എ ക്വസ്റ്റനെയർ. പിന്നെ വി ഡു ഇറ്റ് ഡോക്ടർ പ്രസന്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ അത് ചെയ്യുക. ബിക്കോസ് ദേ വാച്ച് ആ ബോഡി ലാംഗ്വേജ് എല്ലാം വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ അസ്യൂം. ബട്ട് ഡോക്ടർ പ്രസന്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മളത് ചെയ്യുക. ആൻഡ് അതിന്റെ റിസൾട്ട്സ് നോക്കിയിട്ട് ഇസ് ഹൗ ദേ ടെൽ അസ് ലൈക്ക് എന്താണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ 1, 2, 3 എണ്ണം ചെയ്തു. ആൻഡ് ഇറ്റ് ഓൾ കെയിം ഔട്ട് ആസ് ഹൈ മാസ്കിംഗ് ഓട്ടിസം. അതാണ് അതിന്റെ ഒരു ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത്. മാസ്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ് ചെയ്യുന്ന എക്സാക്ട്ലി ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. സോ ചെറുപ്പത്തിലേ ഉള്ള സയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ റിമെമ്പർ. പിന്നെ വെൻ ഐ ലുക്ക് കുറേ ഉണ്ട് കേട്ടോ, ഞാൻ അതിൽ നിന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഷെയർ ചെയ്യാം. ആൻഡ് വൺ മോർ തിങ്, ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫോർ എവ്രിബഡി. എൻ്റെ പോലെ തന്നെ ഒരു ഹൈ മാസ്കിംഗ് ഓട്ടിസ്റ്റിക് അഡൾട്ടിന് ഇതേപോലത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മേ ബി ദേ പെർസീവ്ഡ്, പക്ഷെ എന്നാലും കുറെ കോമൺ ആയിട്ടുള്ള ട്രീറ്റ്സ് ഉണ്ട് താനും. സോ ഇറ്റ് പ്രസൻസ് വെരി ഡിഫറെന്റ്ലി ഇൻ ഡിഫറെന്റ് പീപ്പിൾ. അപ്പൊ ഓട്ടിസം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഓട്ടിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഈ ന്യൂറോ ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു അംബ്രല്ല ടേം ആണ്. അതിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങളാണ് ഓട്ടിസം, ADHD, ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ, ഇതൊക്കെ അതിൻ്റെ അടിയിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പം ഓട്ടിസം ഇൻ ഇറ്റ് സെൽഫ് ഇസ് എ ഹ്യൂജ് സ്പെക്ട്രം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ലെവൽ 2, ലെവൽ 3 ഓട്ടിസം, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയെ വളരെ ഓബ്വിയസ് ആയിട്ടുള്ള ഡിഫറൻസസ് ഉള്ളവര്, അതിനെക്കുറിച്ച് മാത്രമേ നമ്മുടെ നാട്ടില് കോമൺ ആളുകളുടെ ഇടയിൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൂ. ലെവൽ 2, ലെവൽ 3 വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഡിഫറൻസസ്. ലൈക്ക് ലേണിംഗ് ഡിസേബിലിറ്റീസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഐ കോണ്ടാക്ട് ഒട്ടും പറ്റില്ല, അല്ലെങ്കിൽ നോൺ വെർബൽ ആയിട്ടുള്ളവര്, സംസാരിക്കാൻ കഴിവില്ലാത്തവര്. അപ്പം അതും ഇറ്റ് ഈസ് ഓട്ടിസം, ദാറ്റ് ഈസ് ഓട്ടിസം. പക്ഷെ വാട്ട് ഐ ഹാവ് ഈസ് ഓൾസോ ഓട്ടിസം. അത്രയും ഹ്യൂജ് ഒരു സ്പെക്ട്രമാണ് ഈ ഓട്ടിസം എന്ന് പറയുന്നത്. പിന്നെ ദർ ഇസ് സംതിങ് കോൾഡ് ഗിഫ്റ്റഡ്നെസ്. ഗിഫ്റ്റഡ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ IQ പക്ഷെ സിവിയർ ഇമോഷണൽ ഡിസ്റെഗുലേഷൻ. അപ്പം ഇതൊരു ഹ്യൂജ് ഇതൊരു വലിയൊരു സ്പെക്ട്രമാണത്. അപ്പം ഐ ഫാൾ ഓൺ വൺ സൈഡ് ഓഫ് ദാറ്റ് സ്പെക്ട്രം. അതാണ്. അപ്പം എൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് എന്താ പറയുക, എൻ്റെ മൈ സെൻസ് ഓഫ് സ്മെൽ ആൻഡ് സൗണ്ട് ഭയങ്കര ഇൻറ്റൻസ് ആണ്. എനിക്ക് സ്മെല്ല് ഭയങ്കര ലൈക്ക് എനിക്ക് 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മണങ്ങൾ വരും. ലൈക്ക് ആർക്കും കിട്ടാത്ത മണമൊക്കെ എനിക്ക് വരും. അപ്പോൾ ഇറ്റ്സ് റിയലി ഫണ്ണി ആക്ച്വലി. വീട്ടിലിങ്ങനെ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായിട്ട് സാധനം ഇരിക്കണമെങ്കിൽ ആദ്യം തന്നെ ഒന്ന് മണത്ത് നോക്കുമെന്ന് പറയാൻ ഐ എം ദി ഓൺലി വൺ ഹു ക്യാൻ ഡിറ്റക്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. സോ എനിക്ക് ഭയങ്കര ഇൻറ്റൻസ് ആൻഡ് ഇറ്റ്സ് വെരി എന്താ പറയുക, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ ഇറ്റ്. കാരണം നമ്മൾ കുറച്ച് പലരും ശ്രദ്ധിക്കാത്ത മണങ്ങളും ഒക്കെ നമുക്ക് വരുവേ. അപ്പോൾ ഇറ്റ്സ് വെരി ഡിസ്റ്റർബിങ്. ആൻഡ് അതുപോലെ തന്നെ ഇഫ് സംബഡി സ്വെറ്റിങ് ഓർ ഇതുമാതിരി അങ്ങനത്തെ പേഴ്സണൽ ഹൈജീൻ ഇല്ലാത്ത ആളുകളൊക്കെ അടുത്ത് വന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഓബ്വിയസ്ലി ഐ കനോട്ട് ഷോ ഇറ്റ്. പിന്നെ അതേമാതിരി ചെവി ഭയങ്കര ഇൻറ്റൻസ് ആണ്. ലൈക്ക് ഐ ക്യാൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ ചാർജറൊക്കെ ചാർജ് ചെയ്യാൻ വെക്കില്ലേ, അപ്പൊ ഞാൻ എൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ ശബ്ദം കേൾക്കും. ഐ ക്യാൻ ഹിയർ ദ സ്റ്റാറ്റിക്. റിയലി? ഐ മീൻ അത് ഭയങ്കര ഇൻറ്റൻസ് ആണ് ചെവി. അതുപോലെ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ്സ് ബുദ്ധിമുട്ടാണ്. സോ പിന്നെ ഇതൊക്കെ എനിക്ക് കുഞ്ഞിലേ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഇപ്പം എൻ്റെ ന്യൂറോപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇഫ് യു ഗിവിങ് മീ ഡിറക്ഷൻസ്, ഇപ്പം എനിക്ക് ആരെങ്കിലും കുറച്ച് ഡിറക്ഷൻസ് തരാണെങ്കിൽ യു ഹാവ് ടു ബി ക്രിസ്റ്റൽ ക്ലിയർ അബൌട്ട് ഇറ്റ്. ഇപ്പം ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞു തരാണെങ്കിൽ എനിക്ക് വളരെ ഒരു സാധനം പോലും വിടാണ്ട് പറഞ്ഞാലേ
എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഐ ഹാവ് ടു കീപ്പ് ആസ്കിങ്. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതെന്താണ്, ഇതങ്ങനെയാണെങ്കിൽ ഇതെന്താണ്. അപ്പം ഞാൻ ഈ ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോഴൊക്കെ മൈ പിയേഴ്സ് ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷെ എനിക്ക് ഐ നീഡ് സം മോർ ഇൻഫർമേഷൻ, എന്നാലേ എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ ഉള്ളൊരു സ്റ്റേജിൽ എത്തുള്ളൂ. ഐ നീഡ് വെരി ക്ലിയർ എന്തെങ്കിലും ഒരു സാധനം. സോ ദാറ്റ്സ് എ തിങ്. ന്യൂറോടിപ്പിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും അൺസെഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഐ ഡോണ്ട് ഹാവ് ദാറ്റ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആം ഓൾവേസ് അപ്പോൾ അതെന്താ അങ്ങനെ, അപ്പോൾ അത് അങ്ങനെ വന്നിട്ടല്ലേ ഇങ്ങനെ. സോ ഐ കീപ് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് ഞാനിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കണോണ്ട് ഐ വാസ് ഷട്ട് ഡൗൺ മോസ്റ്റ് ഓഫ്. ലൈക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, അപ്പോൾ ഐ ബി ലൈക്ക് ഓക്കെ സോ ദ പ്രോബ്ലം ഇസ് മീ. അപ്പോൾ ദെൻ ഐ സ്റ്റോപ്ഡ് ആസ്കിങ് കുറച്ച് കഴിഞ്ഞപ്പോൾ. സോ യു സ്റ്റാർട്ട് ഇന്റേർണലൈസിങ് ദാറ്റ് യു നോ എനിക്ക് ഒരു like I'm not supposed to ask like that. And that is not okay. That's not normal. It's not normal to ask like that. So I should not ask എന്നുള്ളൊരു സാധനം. പിന്നെ അതുമാതിരി ചില സമയത്ത് ഇപ്പോൾ ഐ ടെൻ ടു സോൺ ഔട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് സപ്പോസ് ഐ എം ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് ദ പേഴ്സൺ സിറ്റിംഗ് ഓപ്പോസിറ്റ് മീ. തിരക്കുള്ള സ്ഥലമാണെങ്കിൽ I can feel my ears tuning out to the next table. എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇവരുടെ കോൺവെർസേഷനും അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കേൾക്കാം. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ശ്രീകാന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ എടോ അവിടെ ഉള്ളവർ ആക്ച്വലി ഇതാ പറയണേ, ഞാൻ പറയണ കേൾക്കാദ്യം. സോ അങ്ങനെ ഫോർ എ ന്യൂറോടിപ്പിക്കൽ പേഴ്സൺ ഇറ്റ്സ് മോസ്റ്റ് ഓഫൻ ഈസി ടു കട്ട് ദാറ്റ് നോയ്സ് ഔട്ട്. അപ്പോൾ ദാറ്റ് ഫിൽറ്ററിങ് ഡസൻറ്റ് ഹാപ്പൻ ഫോർ മീ. So everything comes to you. Exactly. അതാണ് സെൻസറി ഓവർലോഡ്. അപ്പം എന്താ വെച്ചാൽ ഞാനിങ്ങനെ വലിയ ഗ്രൂപ്പ്സ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഐറണി. ബിക്കോസ് എൻ്റെ ജോബ് റിക്വയർസ് മീ ടു ബി ഇൻ ബിറ്റ്വീൻ പീപ്പിൾ ഓൾ ദ ടൈം. ആൻഡ് ഐ എം ലിസ്ണിംഗ് ടു ഓൾ ലോഡ്. ഇപ്പം സ്റ്റേജിലാണെങ്കിലും എനിക്ക് ഇയർ മോണിറ്റേഴ്സ് വെക്കണം. അപ്പം I am exposing myself in the jolly wise. I have to expose myself to not very ideal situations. Lights aanengilum shabdam aanengilum ella. Appo and crowds exactly. So it's a lot of energy that you pick up on, a lot of appam I feel as I grew older njan idinodu കുറച്ചും കൂടെ ഇങ്ങനെ സെൻസിറ്റീവ് ആവാൻ തുടങ്ങി. ഐ റിമെമ്പർ ഞാൻ എൻ്റെ വൺസ് ഐ വെന്റ് ടു മൈ സിസ്റ്റേഴ്സ് ഹൗസ്. ചേച്ചിയുടെ വീട്ടിൽ ഓണം സെലിബ്രേഷൻസ് നടക്കുമായിരുന്നു. സോ ചേച്ചി നോസ് എനിക്ക് കുറച്ച് സോഷ്യൽ, അന്ന് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ടു ബി സോഷ്യൽ ആങ്സൈറ്റി. എനിക്ക് അങ്ങനെ ഒരുപാട് പരിചയമില്ലാത്തവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഐ കാൺ മേക്ക് ടു മച്ച് കോൺവെർസേഷൻ. സോ പാവം ഷീ ആസ്ക് മീ അയ്യോ ഓക്കെ ഞാൻ കുറച്ച് പേര് വിളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പ്ലീസ് കോൾ എന്നൊക്കെ പറഞ്ഞ് സോ കുറേ പേര് വന്നു. ആൻഡ് വി വർ ജസ്റ്റ് ഇറ്റ് വാസ് എ നൈസ് ക്രൗഡിൽ ഓണോ സദ്യയൊക്കെ കഴിച്ചു. പക്ഷേ ഞാനിങ്ങനെ എവറി ഹാഫ് ആൻ അവർ 45 minutes ഐ വുഡ് ജസ്റ്റ് ഗോ ഇൻ ടു എ റൂം ആൻഡ് ഐ വുഡ് ക്ലോസ് ദ ഡോർ ആൻഡ് ഞാനിങ്ങനെ ഇരിക്കും റൂമിൽ. ബിക്കോസ് ഐ നീഡ് ടു ജസ്റ്റ് എനിക്ക് ഐ നീഡ് ടു റീസെൻറ്റർ മൈ സെൽഫ്. ബിക്കോസ് ഇറ്റ് വാസ് അപ്പോൾ ഇത് പ്രായമായപ്പോഴാണ്, ആസ് ഐ ഗ്രൂ ഓൾഡർ ആണ് ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് ആ ഒരു സെൻസിറ്റിവിറ്റീസൊക്കെ വരാൻ തുടങ്ങിയത്.